ഈ മെബീബോസേത്ത് എന്ന് പറയുന്ന രണ്ടുകാലും മുടന്തനായ ചെറുക്കൻ, ശേഷിച്ചിരിക്കുന്ന ഇനി ആ ഒരു ചെറുക്കൻ കൂടെ ഉള്ളൂ. അവനെ എങ്ങനെയും രക്ഷപ്പെടുത്താനായിട്ട് ധാത്രി നടത്തിയ വലിയൊരു ശ്രമമാണ്. ആ ചെറുക്കനെ എടുത്തുകൊണ്ട് ഓടുന്ന പോക്കിൽ വേരെ തട്ടിയോ കല്ലേ തട്ടിയോ ഈ ധാത്രി മറിഞ്ഞു വീണത് ഈ കൊച്ചിൻ്റെ മണ്ടയ്ക്കോട്ട. അന്നേരം കൊച്ചിൻ്റെ കാല് രണ്ടും ഒടിഞ്ഞു പോകുകയോ അത് മുട്ടിന് മേളിലാണോ താഴെയാണോ എന്ന് എനിക്കറിയില്ല. എന്തുമായാലും കാല് രണ്ടും പോയി. വെച്ച് കെട്ടാനൊന്നും പോയില്ല. വെച്ച് കെട്ടാൻ പോയാൽ കൊച്ചിനെ കൊല്ലും. അതുകൊണ്ട് സംഭവിച്ചത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കൊച്ചിനെ വളർത്തി. പക്ഷേ കൊച്ചി രണ്ട് കാലും മുടന്തുള്ളവനായിപ്പോയി. ഇത് ജന്മനാ ഉണ്ടായ മുടന്തല്ല, ഉണ്ടാക്കിയ മുടന്ത. സ്തോത്രം. പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി ധാത്രി എടുത്തുകൊണ്ട് ഓടുന്ന പോക്കിൽ, അപ്പം രക്ഷിക്കാൻ പോകുന്ന പോക്കിലും ചിലർക്ക് അനർത്ഥമുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു രോഗിയെ ആംബുലൻസെ കൊണ്ടുപോവാം. സ്തോത്രം. പോകുന്ന പോക്കിൽ ആംബുലൻസ് മറിഞ്ഞ് കയ്യാലക്കുഴി പോയി രോഗി മരിച്ചു. അപ്പം നമ്മൾ രക്ഷിക്കാൻ നോക്കിയാലും ചിലർ രക്ഷപ്പെടത്തില്ല. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ മനസാക്ഷി കൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇനി 100 മൈൽ സ്പീഡുള്ള ആംബുലൻസെ കൊണ്ടുപോയാലും ദൈവത്തിന് പ്ലാനൊന്നുമില്ലെങ്കിൽ, അപ്പം ഈ കൊണ്ടുപോകുന്ന പോക്കിൽ ഇവനെ വീണ് കാല് രണ്ടും ഒടിഞ്ഞു. ഇവൻ അങ്ങനെ കഴിയുക. സ്തോത്രം. ഇവൻ്റെ കാലൊടിഞ്ഞു ഒന്നും അറിയാതെ തന്നെ ഈ മുടന്തനും കണ്ണുപൊട്ടനും ഒന്നും ഇവിടെ പ്രവേശിക്കരുതെന്ന് നേരത്തെ രാജാവ് വിധി എഴുതി വെച്ചേക്കുക. സ്തോത്രം. അപ്പൊ നിയമം ഇവൻ അനുകൂലമല്ല. രാജാവിന്റെ കൽപ്പനയാ. ഒറ്റ മുടന്തന് ഇവിടെ ചെയ്തേക്കല്ലേ, ഒറ്റ കണ്ണുപൊട്ടന് ഇവിടെ ചെയ്തേക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. കാലൊടിഞ്ഞു, സമ്പത്ത് പോയി, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവന് നിയമമെതിരായി. പ്രൈസ് ദി ലോർഡ്. എന്നേരമാണ് രാജാവിൻ്റെ ഉള്ളിൽ ദയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. രാജാവിന് ദയുണ്ടായപ്പോൾ രാജാവ് ചോദിച്ചു, ശൗലിന്റെ നിമിത്തമൊന്നുമല്ല, യോനാഥാന്റെ നിമിത്തം. ഒരു കുടുംബത്തിൽ ഒരുത്തനേലും ഗുണമുണ്ടെങ്കിൽ ആ ഗുണമുള്ളവന്റെ നിമിത്തം അർഹതയില്ലാത്തവന്റെ മേൽ അനുഗ്രഹത്തെ പകരുന്ന നല്ല സ്തോത്രം ഈ പകൽക്കാലം പറയണം. ശൗലിന്റെ നിമിത്തമല്ല, യോനാഥാന്റെ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ സീബ പറഞ്ഞു, ഒരുത്തനുണ്ട്, പക്ഷേ നിയമപ്രകാരം അകത്ത് വരാൻ ഒക്കുന്നവനല്ല. ഒരുത്തനുണ്ട്, അവൻ രണ്ട് കാലും മുടന്തന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറഞ്ഞു, നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ, അവൻ എവിടെയായാലും കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്ന ഉടനെ ആദ്യം പറഞ്ഞത് ശൗലിനും, ശൗലിൻ്റെ അപ്പൻ കീശിനും, ശൗലിൻ്റെ മകൻ യോനാഥാനും, ജന്മനാ ഉള്ളതും രാജാവായി കഴിഞ്ഞ് ഉണ്ടാക്കിയതും എല്ലാം നിനക്ക് തന്നേക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ സ്ഥിതി മാറുക. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. അവൻ പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെട്ടു വന്നവൻ ഉദ്ധരിക്കുന്നവനായ ദൈവമാ. ഉദ്ധരിക്കപ്പെടത്തില്ലെന്ന നിയമം പോലും എതിരായി നിന്നാലും ഒരുത്തനെ ഉദ്ധരിക്കാൻ ദൈവത്തിന് ദയ തോന്നിയാൽ എത്ര പേര് ഈ പകൽ വിശ്വസിച്ച് ഇത് ഊതേറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, രാജാവ് തുടരുക. ഈ തന്ന സ്വത്തിനകത്തുള്ള വീടിനകത്ത് നീ പോയി താമസിക്കാല്ല പറഞ്ഞേ, നീ നിത്യം എൻ്റെ മേശന്ന് ആഹാരം കഴിക്കും. സ്തോത്രം. അപ്പം ദാവീദ് രാജാവിനെ കാണാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ഭരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ
നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു. ഇന്ത്യയിലെ ഈ സംവിധാനം എല്ലാം ഒരുക്കി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം പോകുന്ന പുറകെ കാനഡയിലെ പ്രസിഡന്റ് വരുന്നു, ചൈനയിലെ പ്രസിഡന്റ് വരുന്നു. ഇവരെല്ലാം വരുന്നവളെ ആഹാരം കൊടുക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഒരു പുള്ളിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ വരുന്നവരൊക്കെ ചോദിക്കും, ഈ VIP ഡൈനിങ്ങിൽ ഈ ഇരിക്കുന്ന ചട്ടുകാലനാരാ? ഉടനെ അത് അവനോട് ചോദിക്കാൻ പറയും. അപ്പം അവൻ പറയും, ഉദ്ധരിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ എത്രയും താഴാമോ എത്രയും തകരാമോ അത്രയും തകർന്നതാ. പക്ഷെ അർഹതയില്ലാത്ത എൻ്റെ ദൈവം താണവനെ ഉയർത്തുന്ന ഹല്ലേലൂയ ഉദ്ധരിക്കുന്ന പകൽ ആ ദൂതങ്ങ് ഏറ്റെടുത്തു. ഒരു സാധ്യതയുമില്ലെന്ന് ലോകം മുഴുവൻ നിന്നോട് പറഞ്ഞാലും, പ്രൈസലോ, നിന്നെ ഒരു നായ്ക്കുട്ടിയുടെ വില കൽപ്പിച്ചില്ലെങ്കിലും, എത്ര പേര് ഈ പകൽ ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഒരു നായ്ക്കുട്ടിയുടെ വില കൽപ്പിച്ചില്ലെങ്കിലും, ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 6, 7, 8 വാക്യത്തിൽ ഹന്നെ ആത്മാവിൽ പാടുന്നൊരു പാട്ടുണ്ട്. സിയോൻ ഗീതാബേലിലെ പാട്ടൊന്നുമല്ല. സ്തോത്രം. 2-ാം അധ്യായം 6, 7, 8 ഒന്ന് വായിച്ചു വിട്ടേര്. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കേക്കണേ, സൗഖ്യം മാത്രമല്ല, ജീവൻ മാത്രമല്ല. ഇന്ന് അവക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ സേവിക്കുന്ന ദൈവം കൊല്ലണമെങ്കിൽ കൊല്ലുകയും ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, പാതാളത്തിൽ ഇറക്കണമെങ്കിൽ നിൽക്കുന്ന ഭൂമിയെ കാൽച്ചുവട്ടിൽ നിന്ന് 2ആയി വിഭജിച്ചിട്ട് കോരക, ദാതാൻ, അബീരാം കൂട്ടുകെട്ടുകളെ താഴോട്ട് താഴ്ത്തി പാതാളത്തിൽ ഇറക്കുകയും അപ്പൊ തന്നെ പാതാളത്തിൽ കിടക്കുന്നവനെ ഉദ്ധരിക്കണമെങ്കിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിരോധമായി മത്സരിച്ചു നിൽക്കുന്നതിനെ പാതാളത്തിൽ ഇറക്കുമ്പോൾ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഉദ്ധാരണങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുകയാ. ഉച്ചരിച്ചുകൂടാത്ത ഭാഷയാൽ ആലയത്തിനകത്ത് ചങ്കുപൊട്ടിക്കരഞ്ഞ സഹോദരി ഇപ്പോൾ ഉച്ചരിക്കുക. വളരെ അപകർഷതാബോധം ഉളവാക്കുന്ന മറുപടികൾ ആലയത്തിലെ അഭിഷക്തന്റെ വായിൽ നിന്ന് കേട്ടിട്ട് പ്രതികരിക്കാത്ത അവള് ഇപ്പോൾ ആത്മാവിനൊരു പാട്ട് പാടുകയാണ്. ചേട്ടാ, ഞാൻ സേവിക്കുന്ന ദൈവം മക്കളെ തരുന്നവൻ മാത്രമൊന്നുമല്ല. എൻ്റെ ദൈവത്തിന് കൊല്ലാൻ അറിയാം, എൻ്റെ ദൈവത്തിന് ജീവിപ്പിക്കാൻ അറിയാം, എൻ്റെ ദൈവത്തിന് പാതാളത്തിൽ ഇറക്കാൻ അറിയാം, എൻ്റെ ദൈവത്തിന് ഉദ്ധരിക്കാൻ അറിയാം. അടുത്ത വാക്യം. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. രണ്ടും നൽകാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ദാരിദ്ര്യം നൽകുന്ന ദൈവത്തിന് ഐശ്വര്യം നൽകാനും കഴിയുമെന്ന് വിശ്വസിച്ച് ഇവിടെ ഇത്ര പേരുണ്ട്. ആത്മാവ് രാവിലെ വചനത്തിലൂടെ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ ദൈവം ഐശ്വര്യം തരുന്ന ദൈവമാണ്. ചില കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ളിൽ തന്നെ ചില ഐശ്വര്യകരമായ നന്മകൾ ദൈവം പകർന്നുകൊണ്ട് ജനത്തിന്റെ സ്ഥിതിക്ക് മുഴുവൻ മാറ്റം വരുത്തുമെന്ന് ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നത്. വചനം ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. ഐശ്വര്യവും നൽകുന്നു, ദാരിദ്ര്യവും നൽകുന്നു. തീർന്നില്ല. അവൻ താഴ്ത്തുകയും അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം അവന് താഴ്ത്താൻ അറിയാം, അവൻ ഉയർത്താൻ അറിയാം.